Hare Krishna, Hare Krishna, Krishna Krishna. ശീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സത്സ്വരൂപ ദാസ് ഗോസ്വാമി മഹാരാജ് ശീല പ്രഭുപാദിന്റെ ജീവിത കഥയെ ബുക്കായിട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് ശീല പ്രഭുപാദ് ലീലാമൃത എന്ന് പറഞ്ഞത്. അതിൽ 7 വോള്യൂം ബുക്കുണ്ട്. അതിൽ 7ാമത്തെ വോള്യൂമാണ് അഡീഷണൽ പാസ് ടൈംസ് എന്ന് പറഞ്ഞത്. അപ്പം അതിൽ സ്പെഷ്യലായിട്ട് ഒരു കഥ പോലെയല്ല, ശീല പ്രഭുപാദും തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, അതിന് ഒരു ആത്മീയ താല്പര്യം അതിനകത്തുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങൾ മെൻഷൻ ചെയ്തേക്കുന്ന ബുക്കാണ് ശീല പ്രഭുപാദിൻ്റെ ലീലാമൃതയിലെ 7ാമത്തെ വോള്യം. അപ്പം അതിൽ വായിച്ചൊരു കാര്യമാണ്. അപ്പം അതിൽ ശീല പ്രഭുപാദ് ലോസ് ആഞ്ചൽസിലുണ്ടായിരുന്ന സമയത്താണ്. ലോസ് ആഞ്ചൽസിൽ പ്രഭുപാദ് ആദ്യമായിട്ട് ശീല പ്രഭുപാദിനൊരു സ്ഥലം കിട്ടി, സ്വന്തമെന്ന് പറയാനുള്ളൊരു സ്ഥലം കിട്ടി. ഒരു പഴയ ചർച്ചാണ്, അതാണ് വാങ്ങിയത് അവർ. അപ്പം അതിൻ്റെ ചുമതല ശീല പ്രഭുപാദിൻ്റെ മുതിർന്ന ശിഷ്യനായിട്ടുള്ള തമാൽ കൃഷ്ണ മഹാരാജനായിരുന്നു. അപ്പം തമാൽ കൃഷ്ണ മഹാരാജായിരുന്നു അവിടുത്തെ പ്രോഗ്രാംസും എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പം പ്രഭുപാദ് അദ്ദേഹത്തിനെ ട്രെയിൻ ചെയ്യുമായിരുന്നു, നല്ല രീതിയിൽ എങ്ങനെ ഇത് കോർഡിനേറ്റ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ട്രെയിൻ ചെയ്യായിരുന്നു. അവരുടെ പ്രീച്ചിങ് ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെ ചെയ്യണം എന്ന് ട്രെയിൻ ചെയ്യും. ഒരു വേളയിൽ പ്രഭുപാദ് സാധാരണ ഭക്ഷണം കഴിക്കുമ്പം ഒറ്റയ്ക്കിരുന്നാണ് കഴിക്കുന്നത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ തമാൽ കൃഷ്ണ മഹാരാജിനെ വിളിച്ച് അടുത്തിരുത്തി ഭക്ഷണം അദ്ദേഹത്തിന് വിളമ്പി കഴിക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് രീതിയിൽ പ്രഭുപാദ് അദ്ദേഹത്തിനെ ട്രെയിൻ ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം ഒരു പ്രഭുപാദ് റൂമിലിരിക്കുന്ന സമയത്ത് തമാൽ കൃഷ്ണ മഹാരാജ് ഒരു പിക്ചറുമായിട്ട് വന്നു. ആ പിക്ചർ ഒരു ഡിവോട്ടി, മുരളീധര എന്ന് പറഞ്ഞൊരു ഡിവോട്ടി വരച്ചൊരു പിക്ചറാണ്. അപ്പം അത് പുതിയൊരു ഡിവോട്ടിയാണ്. അപ്പോൾ അദ്ദേഹം ആ പിക്ചർ, അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ടാണ് ശീല പ്രഭുപാദിന്റെ അടുത്ത് തമാൽ കൃഷ്ണ മഹാരാജ് കൊണ്ടുവന്നത്. അപ്പം പിക്ചർ കാണിച്ചപ്പോൾ, പിക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ സ്കൈ ആണ്, സ്പിരിച്വൽ ആധ്യാത്മിക ലോകം. അതിന്റെ ഒരു ചെറിയൊരു ഭാഗത്തില് ഈ ഭൗതിക ലോകം, നമ്മുടെ ഈ ഭൂമി ഉൾപ്പെടെയുള്ള ഈ ലോകങ്ങളെല്ലാം ഇങ്ങനെ വച്ചിരിക്കുകയാണ്. അപ്പൊ ആധ്യാത്മിക ലോകത്തില് പ്രമുഖമായിട്ടുള്ള ഗോലോക വൃന്ദാവനമുണ്ട്, അതിന് ചുറ്റുമുള്ള വൈകുണ്ഠ ഗ്രഹങ്ങളുണ്ട്. പിന്നെ അതിന്റെ എല്ലാം ചെറിയൊരു മൂലയ്ക്ക് ഒരു ചെറിയ ഈ ഭൗതിക ലോകം, നമ്മുടെ ഈ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ തമാൽ കൃഷ്ണ മഹാരാജ് പ്രഭുപാദിനെ ഇത് കാണിച്ചപ്പോഴത്തേന് പ്രഭുപാദ് ആ ഒരു പിക്ചർ നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിലാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു ഹോംലി പാസ് ടൈംസ് എല്ലാം ചെയ്യുന്നത് അവിടെ വെച്ചാണ് എന്ന് പ്രഭുപാദ് പറയും. എന്നിട്ട് അതിന്റെ താഴെയുള്ള ആധ്യാത്മിക ഗ്രഹങ്ങളൊക്കെയാണ് വൈകുണ്ഠ ഗ്രഹങ്ങൾ. ആ വൈകുണ്ഠ ഗ്രഹത്തിൽ ഭഗവാന്റെ ഡിഫറെന്റ് എക്സ്പാൻഷൻസ് അതെല്ലാം വൈകുണ്ഠ ഗ്രഹത്തിലുണ്ട് എന്ന് പറയും. അപ്പൊ അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വൈകുണ്ഠ ഗ്രഹങ്ങളുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു പാർട്ടിലാണ് ഈ മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ലോകം നിൽക്കുന്നത്. ഭൗതിക ലോകം എമിനേറ്റ് ചെയ്യുന്നത് മഹാവിഷ്ണുവിൽ നിന്നാണ് എന്ന് ശീല പ്രഭുപാദ് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രപഞ്ചങ്ങൾ വരും. ഈ മഹാവിഷ്ണുവിൽ നിന്ന് ഉണ്ടാവുന്ന ഓരോ ശ്വാസത്തിലും ഉണ്ടാവുന്ന അൺലിമിറ്റഡ് പ്രപഞ്ചങ്ങൾ തിരിച്ച് ശ്വാസം വലിക്കുമ്പോൾ അതിൽ ഇല്ലാതെ ആവുകയും ചെയ്യും. അപ്പൊ ഈ ഓരോ പ്രപഞ്ചത്തിലും ചെറിയ ബബിൾസ് പോലെയാണ് ഈ പ്രപഞ്ചങ്ങളെല്ലാം ഉള്ളത്. അപ്പൊ ഈ ഓരോ പ്രപഞ്ചത്തിലും ഈ മഹാവിഷ്ണു തന്നെ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് ഗർഭോദകശായി വിഷ്ണുവായിട്ട് വന്ന് ഓരോ പ്രപഞ്ചത്തിനകത്തും ഉണ്ടാവും. അപ്പൊ ഈ ഓരോ പ്രപഞ്ചത്തിനകത്ത് ഇരിക്കുന്ന ഈ ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നാണ് അനേകം പ്ലാനറ്റ്സുകൾ ഉണ്ടാവുന്നത്. അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാനറ്റ്സ്, ഒരു ചെറിയൊരു ബബിൾ ആയിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൽ തന്നെ. അങ്ങനെ മഹാവിഷ്ണുവിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രപഞ്ചങ്ങൾ വരുന്നുണ്ട്. അപ്പം ആ ചെറിയൊരു ബബിളിന് നടക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഗർഭോദകശായി വിഷ്ണു ഇങ്ങനെ ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ട്. അതിൽ ഭൂമി ഒരു ചെറിയ പ്ലാനറ്റ് ആണ്. അതൊരു സ്പെക്ക് ഓഫ് ഡസ്റ്റ് എന്നാണ് ശീല പ്രഭുപാദ് പറഞ്ഞത്. ഈ ഒരു യൂണിവേഴ്സ് എടുത്താൽ തന്നെ അതിനകത്ത് ഇഷ്ടം പോലെ പ്ലാനറ്റ്സ് ഉണ്ട്. അതിൽ ഒരു ചെറിയൊരു പാർട്ടാണ് ഭൂമി. അപ്പൊ ഭൂമിയിൽ 7 കോണ്ടിനെന്റ്സ് ഉണ്ട്, ഒരുപാട് സമുദ്രമുണ്ട്, 7 കോണ്ടിനെന്റ്സ് ഉണ്ട്. അതിലൊന്നാണ് അമേരിക്ക. അപ്പൊ അമേരിക്കയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ലോസ് ആഞ്ചൽസ്. അപ്പൊ എവിടുന്ന് തുടങ്ങിയ സ്പിരിച്വൽ വേൾഡിന്റെ ഒരു ചെറിയ ടൈനി പോർഷനാണ് മെറ്റീരിയൽ വേൾഡ്. മെറ്റീരിയൽ വേൾഡ് എന്ന് പറഞ്ഞാൽ അത് അൺലിമിറ്റഡ് യൂണിവേഴ്സാണ്. ആ യൂണിവേഴ്സിന്റെ ഒരെണ്ണത്തിലുള്ള കാര്യമാണ്
പറയുന്നത്. ആ യൂണിവേഴ്സിൽ അൺലിമിറ്റഡ് പ്ലാനറ്റ്സ് ഉണ്ട്, അതിൽ ഒരെണ്ണമാണ് ഭൂമി. ആ ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതിൽ ഒരു സ്ഥലമാണ് അമേരിക്ക, അതിലൊരു സ്ഥലമാണ് ലോസ് ആഞ്ചൽസ്. ലോസ് ആഞ്ചൽസിൽ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, അതിലൊന്നാണ് നമ്മുടെ ഈ ഹരേകൃഷ്ണ ടെമ്പിൾ. ഈ ഹരേകൃഷ്ണ ടെമ്പിളിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ അതിൽ ഒരു വ്യക്തിയാണ് തമാൽ കൃഷ്ണ. പക്ഷെ ഈ തമാൽ കൃഷ്ണ വിചാരിക്കുന്നു ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന്. ഇങ്ങനെ ശ്രീല പ്രഭുപാദ് അത് പറഞ്ഞു നിർത്തിയത്. അപ്പം തന്റെ ശിഷ്യനായിട്ടുള്ള തമാൽ കൃഷ്ണ മഹാരാജിനോട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പ്രഭുപാദ് പറയാണ്, നമ്മൾ എത്ര ഇൻസിഗ്നിഫിക്കന്റ് ആണ് ഈ എക്സിസ്റ്റൻസിൽ, എന്നിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് വിചാരിക്കുന്നു എന്നാണ് പ്രഭുപാദ്. അപ്പൊ നമ്മുടെ ആ ഫാൾസ് പ്രൈഡിനെ കളയണം. ഞാനാണ് ലീഡർ, ഞാനാണ്, എനിക്കെല്ലാം കഴിവുണ്ട്, ഞാനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്നുള്ള ധാരണയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം എന്നതാണ് ശ്രീല പ്രഭുപാദ് ഈ ഒരു ഉദാഹരണത്തിലൂടെ തമാൽ കൃഷ്ണ മഹാരാജിന് പറഞ്ഞു കൊടുത്തത്.